ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പ്രതാപന്റെ വീടാണ്. യാമിനിയോട് എന്തുണ്ടെങ്കിലും മടിക്കണ്ടെന്നും തുറന്നു പറയാനുമായി പറയുകയാണ് ശേഖരൻ. അതേസമയം യാമിനി എന്തോ പറയാൻ ആരംഭിക്കുമ്പോഴേക്കും അംബിക മുറിയിലേക്ക് ചെല്ലുന്നു. അംബികയെ കണ്ടുവിടാൻ പേടിയോടെ നോക്കുകയാണ് യാമിനി. എനിക്കൊന്ന് ഉറങ്ങണമെന്നും ഉറങ്ങിയാലെല്ലാം ശരിയാകുമെന്നും യാമിനി പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണല്ലെങ്കിലും എന്ന് അംബികയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ജഗന്നാഥന്റെ ഫോട്ടോ എടുത്ത് തന്റെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്ന രാജുവിനെയാണ്. ഇയാളെ ആരെങ്കിലും എവിടെ വെച്ചെങ്കിലും കാണുകയാണെങ്കിൽ ഉടൻ തന്നെ എന്നെ വിവരം അറിയിക്കണമെന്നും രാജു പറയുന്നു. അതേസമയമാണ് ഋതിക രാജുവിനെ വിളിക്കുന്നത്. രാജു, ഞാൻ ടൗണിലുണ്ടെന്നും രാജു ടൗണിലോട്ട് വരാനും ഋതിക പറയുമ്പോൾ ഇപ്പൊ തന്നെ വരാമെന്ന് രാജുവും പറയുന്നു. അതേസമയം ഒരു മൊബൈൽ ഫോൺ വാങ്ങാനായി ടൗണിലെ കടയിലെത്തിയിരിക്കുകയായിരുന്നു ജഗന്നാഥൻ. കൃത്യമായി തന്നെ ദീപകിന്റെയും കൂട്ടരുടെയും മുന്നിൽ വന്ന് ജഗന്നാഥൻ പെടുകയാണ്. അങ്ങനെ ഫോൺ വാങ്ങിയതിനു ശേഷം ജഗന്നാഥൻ ആദ്യം തന്നെ വേണുവിനെയാണ് വിളിക്കുന്നത്. എന്നാൽ വേണുവിന് ഒന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. അതേസമയം ജഗന്നാഥന് നേരെ തോക്കു ചൂണ്ടി മറിഞ്ഞു നിൽക്കുകയാണ് സജിയും ദീപക്കും. നീ ഒരു കാര്യം ചെയ്, മേഡത്തിനെ വിളിച്ച് ചോദിക്കാനായി സജി പറയുമ്പോൾ ദീപക് അംബികയെ വിളിക്കുന്നു. ജഗന്നാഥനെ കിട്ടിയെന്നും അയാളെ ഞങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടെന്നും ദീപക് പറയുമ്പോൾ എന്നാൽ ഇനി ഒട്ടും താമസിക്കേണ്ടെന്നും വെടിവെച്ച് കൊന്നുകളഞ്ഞേക്കാനും അംബിക പറയുന്നു. അമ്മ പറയുന്നത് പോലെയല്ല, ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്. നീ ഒരു കാര്യം ചെയ്, ആ സജിക്ക് ഫോൺ കൊടുത്തേന്ന് ദീപക് പറയുന്നു. സജിയോട് എത്രയും പെട്ടെന്ന് ജഗന്നാഥനെ വെടിവെച്ച് വീഴ്ത്താനും അതിനുശേഷം പറഞ്ഞ പണം അക്കൗണ്ടിലേക്ക് ഇടാമെന്നും എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വണ്ടിക്ക് ബാംഗ്ലൂരിലേക്ക് പോകാനും അംബിക പറയുന്നു. അങ്ങനെ ദീപക് കൊടുത്ത തോക്ക് വെച്ച് ജഗന്നാഥനെ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് ജഗന്നാഥന്റെ മുന്നിലേക്ക് രാജു ഋതികയും വണ്ടി കൊണ്ട് നിർത്തുന്നത്. തുടർന്ന് രാജു ഋതികയും വന്ന കാര്യം ദീപക് അംബിക പറയുമ്പോൾ ഇനി ഒരു നിമിഷം പോലും പാഴാകാൻ പാടില്ലെന്നും പെട്ടെന്ന് തന്നെ വെടിവെക്കാനും അംബിക പറയുന്നു. അതേസമയം സജിയെ കാണുന്ന രാജുവിന് അന്ന് സൂര്യമംഗലം തറവട്ടി വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ്. അന്ന് ഇവനല്ലേ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രാജു സജിയുടെ പിന്നാലെ ഓടുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ സജിയെ രാജു പിടികൂടുന്നതാണ് കാണിക്കുന്നത്. കൃത്യസമയത്ത് തന്നെ പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നു. ആരെ കൊല്ലാനാണ് നീ കൊട്ടേഷൻ എടുത്തതെന്ന് പോലീസ് ചോദിക്കുമ്പോൾ രാജുവിനെ കൊല്ലാനാണെന്ന് സജി പറയുന്നു. ആര് പറഞ്ഞിട്ടാണെന്നും ആരുടെ കൊട്ടേഷൻ ആണെന്നും ഒക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും സജി അതൊന്നും പറയാത്തത് കൊണ്ട് തന്നെ പോലീസ് ജീപ്പിലിട്ടുകൊണ്ട് സജിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. അതേസമയം അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുന്ന ഋതിക രാജുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ജോത്സ്യന്റെ അടുത്ത് പോയിരിക്കുന്ന രുക്മിണിയെയും രമ്യയുമാണ്. തുടർന്ന് രമ്യയുടെ ജാതകം നോക്കിയതിനു ശേഷം ജോത്സ്യൻ പറയുകയാണ്, 25 വയസ്സ് വരെ ഈ കുട്ടിക്ക് കഷ്ടകാലമാണ്. ഈ കുട്ടിയെടുത്ത തീരുമാനങ്ങൾ തന്നെയാണ് ഈ കുട്ടിക്ക് ഓരോരോ പ്രശ്നങ്ങളായി ഉണ്ടാക്കിയെടുക്കുന്നത്. തുടർന്ന് കാളഹസ്തിയിലും കുംഭകോണത്തും പോയി വഴിപാടുകൾ നടത്താനും ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പൂജ നടത്താനും ഒക്കെ തന്നെ ജോത്സ്യൻ പറയുന്നു. ഇതിനൊക്കെ ഒരുപാട് പൈസയാകില്ലേ എന്ന് രുക്മിണി ചോദിക്കുമ്പോൾ പിന്നെ ഓസിന് ദൈവത്തിനെ കിട്ടുമോ എന്ന് ജോത്സ്യനും ചോദിക്കുകയാണ്. തുടർന്ന് പോകുന്ന വഴി രമ്യ പറയുകയാണ്, ഇനി മുതൽ എന്നെ കണ്ട ജോത്സ്യന്മാരുടെ അടുത്തേക്കൊന്നും വിളിച്ചേക്കരുത്. എനിക്കൊരു ലക്ഷ്യമുണ്ട്, രാജുവുമായിട്ടുള്ള ജീവിതം. അത് ഞാൻ എങ്ങനെയെങ്കിലും നടത്തിയെടുത്തിരിക്കും. തുടർന്ന് രുക്മിണി ഹരീഷിനെ വിളിച്ച് ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ശ്രീലക്ഷ്മി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് അമ്മ ഒരിക്കലെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ആ എണ്ണം കെട്ടവളുടെ പേര് കേൾക്കുന്നത് തന്നെ എനിക്ക് കലിയാണെന്ന് രുക്മിണി പറയുന്നു. അമ്മ ഇനി മേലാൽ എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഹരീഷ് കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രതാപന്റെ വീടാണ്. പ്രശ്നമാകുമോ എന്നുള്ള ടെൻഷനിൽ നിൽക്കുകയാണ് ദീപക്. എടാ, പ്രതാപനെല്ലാം അറിഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ഗുണ്ടാ സജി എന്റെയോ നിന്റെയോ പേര് പറഞ്ഞില്ലല്ലോ, അത് തന്നെ നല്ല കാര്യം. പ്രതാപൻ ചെന്നൈയിൽ നിന്നും ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടെന്നാ അറിയാൻ സാധിച്ചത്. എന്താണെങ്കിലും ഇനിയൊരു അവസരം ജഗന്നാഥന് കൊടുക്കരുത്, കണ്ടയുടൻ തന്നെ കൊന്നേക്കണമെന്ന് അംബിക ദീപകിനോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നതാണ്. പോലീസുകാർ എത്ര തല്ലിയിട്ടും സജി സത്യങ്ങൾ തുറന്നു പറയാൻ ഒരുക്കമല്ലായിരുന്നു. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് എനിക്ക് സത്യങ്ങളെല്ലാം അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നു. അതേസമയം യാമിനിയും ശേഖരനും ഋതികയും രാജുവും കൂടി സജിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. അയാള് മറ്റാരെങ്കിലുമാണ് ലക്ഷ്യം വെച്ചതെങ്കിലോ അംബിക ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ലെന്ന് ശേഖരൻ പറയുന്നു. പിന്നെ രാജുവിനുള്ള ശത്രുക്കള് ഈ വീട്ടിൽ തന്നെയാണല്ലോ. പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ വീട്ടിലേക്ക് എത്തുന്നതാണ്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാ വരുന്നതെന്ന് പ്രതാപൻ പറയുമ്പോൾ രാജുവിനോട് ശത്രുതയുള്ളത് ഈ വീട്ടിലെ ചിലർക്കാണെന്ന് ഋതിക പറയുന്നു. ഇത് കേൾക്കുന്ന പ്രതാപൻ ദീപകിനെ മുന്നിൽ നിർത്തി ചോദ്യം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നിനക്കെന്റെ മരുമകൻ രാജുവിനോട് ശത്രുതയാണെന്നൊക്കെ എനിക്കറിയാം. നീയാണോ അവനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതെന്ന് എനിക്കറിയണമെന്ന് പ്രതാപൻ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അംബികയും ദീപക്കും. വല്യമ്മാവനോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് എന്ന് കരുതി എല്ലാ കുറ്റവും എന്റെ മേൽ ചാർത്താമെന്നൊന്നും കരുതണ്ട. അപ്പോ നിനക്കൊരു പങ്കുമില്ലെന്നല്ലേ നീ പറയുന്നത്? പിന്നെ ലോക്കപ്പിൽ കിടക്കുന്ന ഗുണ്ടയെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കാൻ തക്ക ഫോഴ്സ് എല്ലാം ഇവിടെയുള്ള കാര്യം നീ മറക്കണ്ട. ഇത് കേൾക്കുന്ന അംബിക പേടിയോടെ പ്രതാപനെ നോക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.